ഇതൊക്കെയാണോ ചുമച്ചി ചമ്മന്തിപ്പൊടിക്ക് വേണ്ടേ? ചമ്മന്തിപ്പൊടിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇത്. തേങ്ങ ചിരണ്ടിയത്, കരിവേപ്പില, ഇഞ്ചി, ചുമന്നുള്ളി, 5-6 കഷ്ണം വെളുത്തുള്ളി, വറ്റൽമുളക് മുറിച്ചത്. ഇനി ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ടൊന്ന് വറക്കാം. ഓക്കെ, തേങ്ങ വറുത്തെടുക്കാല്ലേ ഫസ്റ്റ്? എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് വറുത്താൽ മതി. തേങ്ങ എല്ലാം കൂടെ ഇട്ട് വറുത്ത് കോരുക. എല്ലാം നല്ല ബ്രൗൺ കളറായല്ലേ? ഗോൾഡൻ കളർ കഴിഞ്ഞു. ഇതന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണോ? കുറച്ച് മുളക് മുറിച്ചിട്ടായിരുന്നു. ശകലം കൂടെ ഇന്ന് തൂളി കൊടുത്തേക്കാം. ഇച്ചിരി പോരാഴിക പോലെ തോന്നുന്നു. അതിട്ട് ഉപ്പിട്ടു. ഇച്ചിരി ഇട്ടാ വറുത്തത്. നല്ല ശകലം ഉപ്പും കൂടെ വേണം പുളിക്കുള്ള. ഇത് പുളി ഞാനിപ്പോ കുറച്ച് വരച്ചു. അങ്ങനെ എല്ലാം പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചമ്മന്തിപ്പൊടി എല്ലാം റെഡി ആയല്ലേ? ചമ്മന്തിപ്പൊടി റെഡിയായി. അച്ചമ്മച്ചിയുടെ ഒരു ദിവസത്തെ പണിയാ അല്ലേ? അതെ അതെ, ഒരു ദിവസം ഇരുന്ന് അടുപ്പിന്റെ അവിടെ ഇരുന്ന് എഴുന്നേക്കാതിരുന്ന് സെറ്റാക്കിയത്. ഏറ്റവും വലിയ പണി തേങ്ങ വറക്കലല്ലേ? തേങ്ങ ചിരണ്ടലും മറക്കലും പാടുള്ള പണിയാ. കുഞ്ഞിക്ക് ചമ്മന്തിപ്പൊടി കണ്ടാ പിന്നെ അത് മാത്രം മതിയല്ലോ. അതെ, നമ്മൾ എന്തിനാ അത് അപ്പം നിന്നപ്പോരെ കുഴി എണ്ണണോ? അത് ശരി, കുഞ്ഞിക്ക് കഴിച്ചാ മതി അല്ലേ? അതെ, ബുദ്ധിമുട്ടൊന്നും നല്ല ടേസ്റ്റ് അല്ലേ? പാക്ക് ചെയ്തോ നമുക്ക് കഴിക്കാനുള്ളതല്ലേ? ഞങ്ങള് പണ്ടൊക്കെ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോ ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്നെ. എന്നാ എളുപ്പം കോരിയിട്ട് നിറയ്ക്കൂ. ഇതിപ്പോ എന്നിട്ട് പാക്ക് ചെയ്യുന്നുണ്ടോ? കുറച്ച് പാക്ക് ചെയ്യാനുണ്ട്. പൗഡറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. 6 കിലോ തേങ്ങ അല്ലേ? 6.5 കിലോ തേങ്ങ വറുത്തിട്ട് 1.5 കിലോ ചമ്മന്തിപ്പൊടി. 1.5 കിലോ തികച്ചില്ല ചമ്മന്തിപ്പൊടി കിട്ടി. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഇന്നത്തെ പണിയായത്. കൊള്ളായിരുന്നു, നല്ല പണിയായിരുന്നു. അതെ, ചമ്മച്ചി അടുപ്പിന്ന് മാറിയിട്ടില്ല. എനിക്കിന്ന് തലവേദനയായിരുന്നു. തീയുടെ ചൂടും. ചെറിയ പണിയൊന്നുമില്ലായിരുന്നു, കുറെ നേരം ഇരുന്നു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഓരോ സാധനങ്ങൾ റെഡിയാക്കുന്നത്. തേങ്ങ വറുത്തെടുക്കണേ അതിന്റെ കണക്കിനുള്ള തീ വിട്ട് അതിനനുസരിച്ച് അതിന്റെ അടുത്തുനിന്ന് മാറാതിരുന്ന് ഇളക്കിയാലേ ചമ്മന്തിപ്പൊടി റെഡിയാകും. പിന്നെ വെയിറ്റും കിട്ടത്തില്ല, കുറെ സാധനം ഉണ്ടെങ്കിലേ കുറച്ച് കിട്ടും. 6.5 കിലോ നമ്മള് തേങ്ങ എടുത്ത് വറുത്ത് പൊടിച്ചപ്പോ ഇത്രേ ഉള്ളൂ. 1.25 കിലോ സാധനം. ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി അങ്ങനെ ഒന്നും പറ്റത്തില്ല കുഞ്ഞി. നമുക്ക് ഇച്ചിരി ഇടിക്കാം, ഇച്ചിരി നമുക്ക് ഉണ്ടാക്കാം. കഞ്ഞിയുടെ വെള്ളത്തിൽ ചോറാ വേണ്ടേ അല്ലേ? ഈ തൈരിന്റെ കൂടത്തില് ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ചോറിന്റെ കൂടെ. എനിക്ക് കഞ്ഞി അച്ചാറും മാങ്ങാച്ചാറും നാരങ്ങാച്ചാറും. ചമ്മന്തിപ്പൊടി കഞ്ഞിയിലിട്ടാ വെള്ളമായി പോവാ. ഏറ്റവും ഇഷ്ടമുള്ള സാധനം കുറച്ച് കൊണ്ട് കൊടുക്കണം പോകുമ്പോ. അപ്പൊ കുഴപ്പമില്ലായിരുന്നല്ലേ? ചാച്ചൻ മലയ്ക്ക് പോകാൻ മാലയിട്ടാ പിന്നെ എന്നും ചമ്മന്തിപ്പൊടിയാ. ശബരിമലയ്ക്ക് പോകുമ്പോ കൊണ്ടുപോകും. കഴിക്കൊക്കെ കഞ്ഞി വെച്ച് കുടിച്ചല്ലേ പോകുന്നത് അന്നൊക്കെ. കാട്ടിലൊക്കെയോ? പാത്രമൊക്കെയോ? എല്ലാം കൊണ്ടുപോകും. വലിയ 10-100 പേരെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത്. അന്നേരം 2-3 കല കൊണ്ടുപോകുന്നത്. കഞ്ഞി എടുപ്പിടാനൊക്കെ കഞ്ഞി വെക്കും. വനത്തിൽ ചെല്ലുമ്പം കരികലന്തോട്ട് ചെല്ലുമ്പം കഞ്ഞി വെക്കും. അവിടെ കെട്ടുതാത്ത് നമ്മള് ശബരിമല വനത്തിൽ കൂടെ അല്ലേ പോകുന്നത്. ഞങ്ങളൊക്കെ വനത്തിൽ കൂടെയാ പോയത്. പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് ചെറുപ്പത്തില്. അന്നേരം കരികലന്തോട്ട് ചെന്ന് കഞ്ഞി വെക്കും. അവിടെ കെട്ടെല്ലാം താത്ത എല്ലാരും കുളിച്ച് ഒരു തോടുണ്ട്, കരികലന്തോട്. വനത്തിന് നടുക്ക് ആ തോട്ടിൽ പോയി കുളിച്ച് അവിടെ ചിലപ്പോ അന്ന് അവിടെ കിടക്കും. പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് അതിന് കീഴി അന്ന് കിടക്കും. ഇഷ്ടംപോലെ ആളുണ്ട്. ടൗണ് പോലെയാകും അന്നേരം അവിടെ എല്ലാം. എന്നിട്ട് അവിടെ നിന്ന് ആ തോട്ടിൽ നിന്ന് വെള്ളം കോരി അല്ലെ ചെറിയ ഓലി കുത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എടുത്ത് കഞ്ഞിയും വെക്കും, സാമ്പാർ വെക്കും. വെള്ള കഷ്ണം എല്ലാം കൊണ്ടാ പോകുന്നത്.
അപ്പൊ അതെല്ലാം കൊണ്ടു നടക്കണ്ടേ? കൊണ്ടുവന്ന് ഈ കലത്തിന്റെ നമുക്കൊന്ന് കലത്തിന്റെ പക്കൽ ഇങ്ങനെ പത്തിന് കയറ് കെട്ടും. ഉം. എന്നിട്ട് ആ ഇത് ഇങ്ങനെ തോളെ തൂക്കിയിട്ടേക്കും. കലം പുറത്തോ തോളയിലോ. എന്നിട്ട് അതിനകത്തുണ്ട് കരക്കെത്തിയുണ്ട്, അതിനകത്ത് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മള് കെട്ടുകൂടാതെ തോളെ സഞ്ചിയുണ്ട് എല്ലാവർക്കും. അതിനകത്തെല്ലാം കാണും, എല്ലാ സാധനവും. സമ്മന്തി ഇടിച്ചത്, ഉപ്പ്, അച്ചാറ്, തൈര് പറ്റിച്ചത്. അങ്ങനെ ഒന്ന് പോണായിരുന്നു. അല്ല പണ്ടൊക്കെ പോയ അങ്ങനെയാ, പതുക്കെ പോയി പതുക്കെ എല്ലാം തൊഴുത് തിരിച്ചു വരുവുള്ളൂ. തൈര് പറ്റിക്കും. തൈരിന് അകത്ത് കടുക് മൂപ്പിച്ചിട്ട് എല്ലാ ഉള്ളിയും പച്ചമുളക് എല്ലാം ഇട്ട് കടുക് മൂപ്പിക്കും. എന്നിട്ട് അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് തൈര് ഒഴിക്കും. എന്നിട്ട് അത് ഇളക്കി 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 പറ്റിച്ച് പൊടിയാക്കും. എന്നിട്ട് അത് കൊണ്ടുപോകും. തൈര് അത് അന്നൊക്കെ പരണിയിലല്ല കൊണ്ടുവന്ന് കൂടുതലും പാള പൊളിച്ചിട്ട് പുറത്തെ അങ്ങ് കളഞ്ഞിട്ട് ഇതിന്റെ അകത്തെ എടുക്കും. എന്നിട്ട് അതിനകത്ത് പൊടിഞ്ഞ് കെട്ടിയാ കൊണ്ടുവന്ന സമ്മന്തി. ഇരിക്കൂ. ചമ്മന്തിപ്പൊടിയും ഈ തൈരും ഒക്കെ കൊണ്ടുവന്ന തൈര് പറ്റിച്ച് പൊടിയാ, ഇതുപോലെ പൊടിയാക്കും ചമ്മന്തിപ്പൊടി. എന്റെ ആറ്റിലൊക്കെ ഒരു കപ്പിന്റെ അകത്ത് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് ഇളക്കുമ്പോ അങ്ങനൊന്നും ഇതുപോലെ കഞ്ഞിയെ വെക്കുള്ളൂ, ചോറാക്കി തരാം. ഇത് കഞ്ഞിയുടെ സൈഡിലോട്ട് എല്ലാവർക്കും കിണ്ണവും കൊണ്ടുപോകും. ആൾക്കും കിണ്ണം അറിയത്തില്ലല്ലേ? പണ്ടൊക്കെ ഇരുമ്പ് വിഞ്ഞാണമായി, സ്റ്റീൽ പ്ലേറ്റ് പോലത്തെ ഇരുമ്പ് വിഞ്ഞാണം ഉണ്ട്. അതല്ലേ? അത് നീ കണ്ടിട്ടില്ല, കാണിക്കാനില്ല. ഇപ്പൊ പ്ലേറ്റ് ആയത് മറ്റേ കിണ്ണം ഇരുമ്പ് കിണ്ണം. ഇരുമ്പ് കൊണ്ടെന്ന് പറഞ്ഞാൽ അതിനകം ഇരുമ്പ്, പുറമെ ഇങ്ങനെ വെള്ള കവിടി. അത് അറിയത്തില്ല. അങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു, എവിടെയും കാണുവാണെങ്കിൽ. ഇപ്പൊ കാണാനില്ലല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ അതായിരുന്നു, എല്ലാവർക്കും ഓരോ വിഞ്ഞാണം വരുന്നത്. അച്ഛനൊക്കെ കാപ്പി കുടിക്കാനായിട്ട് ഓരോ വിഞ്ഞാണം ഉണ്ടായിരുന്നു. അത് ഇരുമ്പ് കിണ്ണെന്നാ പറയുന്നത്. ഈ പഴയ പാലകളൊന്നും പറഞ്ഞ പിള്ളേർക്ക് അറിയത്തില്ല. വിഞ്ഞാണം, കിണ്ണം. ഇപ്പൊ പ്ലേറ്റ് അല്ലേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിറം ഇതാടാ, ഇരുമ്പത്തിന് നിറം. നമ്മള് ചമ്മന്തിപ്പൊടി കൂട്ടിയാൽ ശകലം കഞ്ഞി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഞാൻ കേട്ടോ. ചമ്മന്തിപ്പൊടി ഉണ്ടാ പിന്നെ വേറെ ഒന്നും വേണ്ട. സ്കൂളിൽ ഇവിടെ ഇന്നാണ് എല്ലാവർക്കും കൊണ്ടുപോകാൻ നേരത്തെ പോയി സമ്മന്തി അടിക്കും. നിനക്കൊക്കെ ഇടിച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ ഉമ്മാർക്ക് ഇത് തന്നെയാ സമ്മന്തിപ്പൊടി ഉണ്ടെ പിന്നെ കുഴപ്പമില്ല, നല്ല അടിപൊളിയായിരുന്നു. ഒരു ദിവസത്തെ പണിയല്ലേ, നല്ല ഒരു ദിവസത്തെ പണിയാ. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.